നമസ്കാരം, ചാനൽ 91ലേക്ക് സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 6 വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ബിഗ് ബോസ് ആരാധകർ. ഫെബ്രുവരി അവസാനമോ മാർച്ച് ആദ്യമോ ആയിരിക്കും ലോഞ്ചിങ് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പോഴിതാ കൃത്യമായ തീയതി പുറത്തു വന്നിരിക്കുകയാണ്. ഏഷ്യാനെറ്റ് തന്നെയാണ് ബിഗ് ബോസ് മലയാളം 6ാം സീസണിന്റെ ലോഞ്ചിങ് തീയതി പുറത്തുവിട്ടിരിക്കുന്നത്. 2024 മാർച്ച് 10-നാണ് ബിഗ് ബോസ് ആരംഭിക്കുന്നത്. ഞായറാഴ്ച 7 മണി മുതൽ ലോഞ്ചിങ് എപ്പിസോഡുകൾ ആരംഭിക്കും. ഈ എപ്പിസോഡിൽ ആയിരിക്കും ആരൊക്കെയാവും ഇത്തവണ ഷോയിൽ മത്സരിക്കാൻ പോകുന്ന മത്സരാർത്ഥികളെന്ന് പ്രേക്ഷകർ അറിയുക. അതിനിടയിൽ പല പ്രഡിക്ഷൻ ലിസ്റ്റുകളും പുറത്തു വന്നു കഴിഞ്ഞു. മാല പാർവതി അടക്കം പലരുടെ പേരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. പ്രവചന പട്ടികയിൽ പ്രധാനം സോഷ്യൽ മീഡിയ താരം അമല ഷാജിയുടെ പേരാണ്. ഇത്തവണയെങ്കിലും അമല ഷാജി മലയാളം ഷോയിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരും. ബിഗ് ബോസ് സീസൺ 5-ലും അമല ഷാജിയുടെ പേര് മത്സരാർത്ഥിയായി പ്രവചിക്കപ്പെട്ടിരുന്നു. ജനപ്രീതിയുള്ള ഒരു സോഷ്യൽ മീഡിയ താരം ബിഗ് ബോസിലുണ്ട് എന്ന് ഏഷ്യാനെറ്റും പരസ്യവാചകമായി പറഞ്ഞപ്പോൾ അത് അമല ഷാജിയാണ് എന്നായിരുന്നു പ്രേക്ഷകർ കരുതിയത്. എന്നാൽ ആദ്യഘട്ടത്തിൽ ഇല്ലാതിരുന്നെങ്കിലും വൈൽഡ് കാർഡ് എൻട്രി ആയിട്ടെങ്കിലും അമല റിയാലിറ്റി ഷോയിലേക്ക് എത്തിയേക്കുമെന്ന് പ്രേക്ഷകർ പ്രതീക്ഷിച്ചിരുന്നു. സീരിയൽ ലോകത്ത് നിന്ന് ബീന ആന്റണി, ജീത്തു വേണുഗോപാൽ, അൻഷിത അൻഷി, ഡയാന ഹമീദ് തുടങ്ങിയവരുടെയൊക്കെ പേരും പറയപ്പെടുന്നുണ്ട്. ജീത്തു വേണുഗോപാലിന്റെ പേര് ഏറെക്കുറെ ഉറപ്പിക്കാം. സീതാ കല്യാണം എന്ന സീരിയലിലൂടെയാണ് നടന്റെ തുടക്കം. ആ സീരിയലിൽ അഭിനയിച്ച അനൂപ് കൃഷ്ണൻ, ധന്യമേരി വർഗീസ്, റെനീഷ റഹ്മാൻ തുടങ്ങിയവരെല്ലാം കഴിഞ്ഞ ഓരോ സീസണിലും ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിന്റെ ലിസ്റ്റും നീണ്ടുപോകുന്നുണ്ട്. സീക്രട്ട് ഏജന്റ് യൂട്യൂബ് ചാനൽ നടത്തുന്ന സായി കൃഷ്ണയുടെ പേരാണ് മുന്നിൽ. അസ്ലാം മാർലി, ജാസ്മിൻ ജാഫർ, ആറാട്ടണ്ണൻ തുടങ്ങിയവരിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഫോട്ടോഗ്രാഫറായ ഷാലു പേയാടിന്റെ പേര് ഈ വർഷം വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു. റോബിൻ വിഷയത്തിലെ ഷാലുവിന്റെ പ്രതികരണങ്ങൾ വൈറലായതാണ്. ഷാലു പേയാട് ഇത്തവണ മത്സരിക്കാൻ എത്തുന്നുണ്ടെന്ന് തന്നെയാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത്. ബിഗ് ബോസ് ഷോയെ നിരന്തരം റിവ്യൂ ചെയ്തിരുന്ന രേവതി ലിസ്റ്റിലുണ്ടെന്നാണ് കേൾക്കുന്നത്. ആങ്കറിംഗ് ലോകത്തു നിന്നും മോഡലിംഗിൽ നിന്നും വരുന്നവരുമുണ്ട്. ശില്പ ബാല, ജൂനിയർ ഐശ്വര്യ റായ്, അമൃത, നയന, പാർവതി ബാബു തുടങ്ങിയവരിൽ ചിലർ ഉണ്ടാകുമെന്ന് പറയുന്നു. ശ്രീലക്ഷ്മി അറയ്ക്കൽ, അഭിഷേക് ശ്രീകുമാർ എന്നിങ്ങനെ നീളുന്നു മറ്റു പേരുകൾ. ബിഗ് ബോസ് മലയാളത്തിന്റെ 5 സീസണുകളാണ് ഇതിനകം കഴിഞ്ഞത്. ആദ്യ സീസൺ മുതൽ മികച്ച സ്വീകാര്യതയാണ് ബിഗ് ബോസ് മലയാളത്തിന് ലഭിച്ചത്. സാബുമോൻ, മണിക്കുട്ടൻ, ദിൽഷ, അഖിൽ മാരാർ എന്നിവരാണ് ഇതുവരെ വിജയികളായവർ. വിവിധ മേഖലകളിൽ പ്രശസ്തരായ 15ഓളം പേരെ ഒരു വീട്ടിൽ 100 ദിവസത്തോളം താമസിപ്പിച്ചാണ് ഷോ നടത്തുന്നത്. ഈ ദിവസങ്ങളിൽ മത്സരാർത്ഥികൾക്ക് പുറം ലോകവുമായി ഒരു ബന്ധവും ഉണ്ടാവില്ല. ഫോൺ, ഇന്റർനെറ്റ്, ടെലിവിഷൻ, പത്രം, ക്ലോക്ക് എന്നിവയൊന്നും ഉണ്ടാവില്ല. 100 ദിവസം മത്സരാർത്ഥികൾക്ക് താമസിക്കാൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഉണ്ടാകും. പാചകം, തുണിയലക്കൽ, വീട് വൃത്തിയാക്കൽ തുടങ്ങിയ എല്ലാ പണികളും മത്സരാർത്ഥികൾ തന്നെ ചെയ്യണം. ബിഗ് ബോസിന്റെ നിർദ്ദേശമനുസരിച്ചാണ് മത്സരാർത്ഥികൾ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഓരോ ആഴ്ചയിലും വീക്ക്ലി ടാസ്കിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവരെ പങ്കെടുപ്പിച്ച ടാസ്കുകൾ സംഘടിപ്പിക്കും. ഇതിൽ വിജയിക്കുന്ന ആൾ ആ ആഴ്ച വീടിന്റെ ക്യാപ്റ്റൻ ആയിരിക്കും. ഓരോ ആഴ്ചയിലും ശനി, ഞായർ ദിവസങ്ങളിൽ മോഹൻലാൽ മത്സരാർത്ഥികളുമായി സംവദിക്കാനെത്തും. ഓരോ ആഴ്ചയിലും ബിഗ് ഹൗസിൽ എലിമിനേഷൻ ഉണ്ടാകും. ഔട്ടാകുന്ന മത്സരാർത്ഥി ആരാണെന്ന് തീരുമാനിക്കുന്നത് മത്സരാർത്ഥികളിൽ നിന്ന് തന്നെയുള്ള വോട്ടിംഗ് വഴിയാണ്. ഈ ലിസ്റ്റിൽ വരുന്ന മത്സരാർത്ഥികളെ പബ്ലിക് വോട്ടിംഗിന് വിടും. ഇവരിൽ ആരാണ് പുറത്താക്കേണ്ടതെന്ന് പ്രേക്ഷകരാണ് തീരുമാനിക്കുക. അയാൾ ആഴ്ചയിലെ ഞായറാഴ്ച പുറത്താവും. 100 ദിവസം ഹൗസിൽ നിൽക്കുന്നവർ ഫൈനൽ 5-ലെത്തും. ഇവരിൽ പ്രേക്ഷക വോട്ട് കൂടുതൽ ലഭിക്കുന്നവർ വിജയിക്കും. ബിഗ് ബോസ് 6-ലെ മത്സരാർത്ഥികൾ ആരൊക്കെയെന്ന ഔദ്യോഗികമായ പ്രഖ്യാപനത്തിനായാണ് കാത്തിരിപ്പ്. ബിഗ് ബോസ് മലയാളം സീസൺ 5-ൽ അഖിൽ മാരാരായിരുന്നു വിജയി. ഫസ്റ്റ് റണ്ണറപ്പായി റെനീഷ റഹ്മാനും സെക്കൻഡ് റണ്ണറപ്പായി ജുനൈസ് വിപിയും തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ 4ാം സ്ഥാനത്തെത്തിയത് ശോഭ വിശ്വനാഥാണ്. ഷിജു 5ാം സ്ഥാനം നേടി. ഗ്രാൻഡ് ഫിനാലെയുടെ തലേ ദിവസം സ്പോട്ട് എവിക്ഷനിലൂടെ സെറീന ആൻ ജോൺസൺ പുറത്തായിരുന്നു. 21 മത്സരാർത്ഥികളായിരുന്നു 5ാം സീസണിൽ ബിഗ് ബോസ് ഹൗസിൽ മത്സരിക്കാനെത്തിയത്. ന്യൂസ് ഡെസ്ക്, ചാനൽ 91.